വെൽക്കം ടു ദാസ് ക്രിയേറ്റീവ് ബൈറ്റ്സ്. സ്വാദിഷ്ടമായ മീൻ തലക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായി ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന 1.5 കിലോ തലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം 1 കപ്പ് തിളച്ച വെള്ളത്തിലേക്ക് 2 കുടംപുളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇട്ട് വയ്ക്കുക. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 12 വെളുത്തുള്ളി, 1.5 ഇഞ്ച് വലിപ്പം വരുന്ന ഇഞ്ചി, 18 എണ്ണത്തോളം ചുവന്നുള്ളി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു വലിയ തക്കാളി കഷ്ണങ്ങളാക്കിയത്. ഇവയെല്ലാം കൂടി അല്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇപ്പം വെള്ളം കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഈ വെള്ളം പിന്നീട് നമുക്ക് വറ്റിച്ചെടുക്കാനുള്ളതാണ്. കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന ചട്ടി ചൂടാക്കി അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 3/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് എണ്ണയിലേക്ക് ചേർത്ത് ഇളക്കുക. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. നമ്മൾ ലോ ഫ്ലെയിമിൽ ചെയ്ത് ആ കളറ് ചേഞ്ച് ആക്കി എടുക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം എനിക്കിവിടെ ഒരു 7 മിനിറ്റിനടുത്ത് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയ തീയിലിട്ട് നല്ലതുപോലെ വഴറ്റി ആ ഒരു കളർ ചേഞ്ചായി ആ കറക്റ്റ് പരുവായി വരാനായിട്ട് ഒരു 7 മിനിറ്റ് എനിക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കടുക് വറുക്കാൻ എടുത്ത എണ്ണ 3 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ 6 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അരപ്പിട്ട് അതിലിളക്കി എടുക്കുമ്പം പെട്ടെന്ന് തന്നെ ഇത് റെഡിയായിട്ട് വരും. നമുക്ക് ഇപ്പം ഞാൻ എടുത്ത അളവിന് എണ്ണ എടുത്തു കഴിഞ്ഞാൽ ഒരു 7 മിനിറ്റൊക്കെ എടുക്കും ഇത് വെള്ളമെല്ലാം വറ്റി ആ ഒരു കളർ ചേഞ്ചായി സെറ്റായി വരാൻ. പക്ഷേ നമ്മൾ എണ്ണ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് റെഡിയാവുകയും ചെയ്യും. ആ മുകളിൽ എണ്ണ തെളിഞ്ഞ് നല്ലൊരു കളറും അതിന് ഇത്തിരി ടേസ്റ്റ് കൂടുതലായിരിക്കും നമ്മൾ എണ്ണ കൂടുതൽ ചേർക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ തലക്കറി മൺചട്ടിയിൽ വയ്ക്കുകയാണെങ്കിൽ അതിനാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഇവിടെ ഞാൻ തല ഫുള്ളായിട്ട് എടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഒരു വലിയ പാത്രം എടുത്തത്. ഇവിടെ അരപ്പിലെ വെള്ളമൊക്കെ വറ്റി നല്ല കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളവും നേരത്തെ കുതിർത്ത് വെച്ച പുളിയും വെള്ളവും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് തിളപ്പിക്കണം. കറി നന്നായി തിളച്ച് കഴിയുമ്പം ഈ കറിയിലേക്ക് തലയിട്ട് തലയ്ക്ക് മുകളിലേക്ക് കുറച്ച് കറി കോരി ഒഴിച്ചതിന് ശേഷം ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് ഈ തല തിരിച്ചിട്ടിട്ട് വീണ്ടും ഒന്നുകൂടി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറന്ന് നമ്മുടെ കറി ഒന്ന് കുറുകി വരുന്നിടം വരെ നമ്മൾ തുറന്ന് വെച്ച് തിളപ്പിക്കുക. ഗ്രേവി കുറുകി വരുമ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിന് ശേഷം ഇതിന് മുകളിലേക്ക് കറിവേപ്പില വിതറി അടച്ച് വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും അടച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. അപ്പോൾ ഈ കറിവേപ്പിലയുടെയൊക്കെ ഫ്ലേവറൊക്കെ അതിനകത്ത് നല്ലപോലെ പിടിച്ച് നമ്മുടെ തലക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്.